ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണം, അസുഖങ്ങളൊക്കെ മാറണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. കണ്ണനെ പറ്റി ഞാൻ തന്നെ എഴുതിയ ഒരു കൊച്ചു സ്തുതി ചൊല്ലാം. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി എൻ കണ്ണനി മുകിൽ വർണ്ണനി. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി എൻ കണ്ണനി മുകിൽ വർണ്ണനി. ഗോപികമാരുടെ മാനസചോര കമനീയാനന സുന്ദര നയന. ഗോപികമാരുടെ മാനസചോര കമനീയാനന സുന്ദര നയന. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി എൻ കണ്ണനി മുകിൽ വർണ്ണനി. ഗോവർദ്ധനഗിരി കുടയായി നിർത്തിയ ഗോപകുമാര കാർവർണ്ണ. ഗോവർദ്ധനഗിരി കുടയായി നിർത്തിയ ഗോപകുമാര കാർവർണ്ണ. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി എൻ കണ്ണനി മുകിൽ വർണ്ണനി. പീലികൾ തിരുകിയ രത്ന കിരീടം താമര കണ്ണാ മുകിൽ വർണ്ണ. പീലികൾ തിരുകിയ രത്ന കിരീടം താമര കണ്ണാ മുകിൽ വർണ്ണ. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി എൻ കണ്ണനി മുകിൽ വർണ്ണനി. നിന്തിരു തവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി എൻ കണ്ണനി മുകിൽ വർണ്ണനി. നമ്മളിവിടെ ഭരത ചരിത്രമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഭരതൻ്റെ രാജ്യമൊക്കെ മക്കൾക്ക് പങ്കിട്ടുകൊണ്ടിട്ട് അദ്ദേഹം സാളഗ്രാമത്തിലേക്ക് തപസ്സിന് പോയപ്പോൾ ഒരു മധ്യാഹ്നത്തിൽ ഒരു മാനിനെ കുഞ്ഞിനെ കിട്ടി. അതിനെ വളർത്തി, അതിനോടൊപ്പം സംഘം ചേർന്നു, അത് സംഘമായി. അങ്ങനെ അദ്ദേഹവും മരിച്ചു. ആ മാനിനെ പോലെ ഒരു മാനായിട്ട് ജനിച്ചു വന്നു. വീണ്ടും അദ്ദേഹം ദേഹം ധരിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഒരു ബ്രാഹ്മണപുത്രനായി വന്നു. അദ്ദേഹം ഒരു മാടത്തിൽ ഇത് കാവലാക്കാൻ, ഈ വിളഭൂമി കാവലിനായിട്ട് നിർത്തി. അപ്പോൾ ഇദ്ദേഹത്തിന് കഴുത്തറുത്ത് രക്തം കാളിക്ക് കൊടുക്കാൻ വേണ്ടി കുറേ പേര് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയി. ഒരു അധിപതിയായിട്ടോ ഒരു ശൂദ്രാധിപതിയുടെ സന്തതി വേണ്ടുന്നതിന് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടോ അവിടെ നിന്നെല്ലാം കൊണ്ടുപോയവരും ഒക്കെ നശിച്ചു പോയതല്ലാതെ ഇദ്ദേഹത്തിന് ഒരു വിഷമവും ഉണ്ടായില്ല. ഭഗവാനോടെല്ലാം കാത്തു രക്ഷിക്കുന്നു. എന്താ കാരണം? യഥാർത്ഥ ജ്ഞാനി ആയതുകൊണ്ട് ഭഗവാനോടെല്ലാം ഭക്തനെ കാത്തുകൊള്ളുന്നു. ഇപ്പോൾ വീണ്ടും ഇനി നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. ശൂദ്രാധിപതി മുമ്പിൽ കൊണ്ടു ചെന്നതു കാലം ആർദ്രമാ മനസ്സോടും പൂജിപ്പാൻ ഒരുമ്പെട്ടാൻ. കുളിപ്പിച്ചഴകിയ കോടി കൊണ്ടുടുപ്പിച്ചു കളഭമാല്യങ്ങളാൽ അണിഞ്ഞങ്ങവനുടൽ. കാളിക്കു പൂജ കൊടുത്തിടിന ധരാസുരൻ കാളി മന്ത്രവും ചൊല്ലിട്ട് അറുപ്പാൻ ഒരുമ്പെട്ടാൻ. വാളെടുത്തോങ്ങും നേരം ബ്രാഹ്മണ തേജസ്സിനാൽ കാളിക്കു ചൂടുപിടിച്ചിരുന്നുകൂടാകയാൽ ചീളന്നു വാളും എടുത്തട്ടഹാസവം ചെയ്തു കൂളികളോടും ഭൂതവൃന്ദങ്ങളോടും വന്നു കാളിതാനറുത്തിതു ശൂദ്രാധിപതി തല. വാളുമായി നിൽക്കും ധാത്രീദേവന്റെ തലയതും അറുത്ത തല കൊണ്ടു പന്താടി കളിക്കയും പെരുത്ത കോപത്തോട് അലറിച്ചിരിക്കയും ബ്രാഹ്മണ വധത്തിന് കോപ്പിട്ട ജനങ്ങളും ബ്രാഹ്മണ തേജസ് കൊണ്ട് ഒക്കവേ നശിച്ചു പോയി. എല്ലാം ഈശ്വരനെന്ന് നിർണയിച്ചിരിപ്പവർക്ക് ഇല്ല ഒരു ഭയം ഒരു കാലവും ഒന്നുകൊണ്ടും.
വാളുമായി കഴുത്തറുത്തിടുവാൻ ഓങ്ങുമ്പോഴും കാളിതൻ കോപം ഉടനിങ്ങനെ കണ്ടപ്പോഴും ഏതുമേ കുലുക്കമുണ്ടായതില്ല. അവനുള്ളിൽ ആധികളില്ല, സാക്ഷാജ്ഞാനികൾക്കൊന്നും നൂനം. ഉന്നതൻ രഘൂഗണനാകിയ സിന്ധുരാജൻ തന്നെ ആചാര്യനാം കവലൻ തന്നെ കാണാൻ പോകുന്ന നേരം അവൻ തണ്ടെടുപ്പിച്ചിടിനാനാകുലം അതിനുമുണ്ടായതില്ലവനേതും. അപ്പോൾ അദ്ദേഹം ഒരു കുലുക്കം ഉണ്ടായില്ല. വാളെടുത്ത് തലവെട്ടാൻ ചെന്നിട്ടൊന്നും ഒരാധിയും വന്നില്ല. എന്താ, ഭഗവാൻ സാക്ഷാൽ ജ്ഞാനികൾക്ക് ഒരിക്കലും ഒന്നിനും ആധികളില്ല. അടുത്തതെന്താണ്, സിന്ധുരാജൻ എന്ന് പറഞ്ഞ രാജാവ് തന്നോട് ആചാര്യനാം കവലനെ കാണുവാനായിട്ട് ഒരു രാജാവ് പോകുന്നു. എന്തിനാ, തണ്ടിലാ പോണത്, അതായത് പല്ലക്കിൽ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും മുമ്പും പുറകും ആളുകൾ നിന്ന് എടുത്തുകൊണ്ട് പോകണം. പല്ലക്കിനാണ് തണ്ടെടുപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാടത്തിൽ വസിക്കുന്ന ഈ ഭരതനെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഒരാകുലവും അദ്ദേഹത്തിന് ഉണ്ടായില്ല. ആരെന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും, എന്തെടുക്കണമെന്ന് പറഞ്ഞാൽ എടുക്കും. ഒന്നിനും ഒരു മറു പറച്ചിലില്ല. എന്തും അനുസരിക്കുന്ന ഒരു ഭക്തനായ ഒരു ഭരതനാണ്. നാക്കെടുക്കത്തില്ല, ഊമനാണ്, എല്ലാം എന്താ അത് പുറമേ അങ്ങനെ കാണിച്ച് നടക്കുന്നു. ഒന്നിലും സംഘമില്ലാതെ സംഘദോഷത്തെ ഭയപ്പെട്ടതുകൊണ്ടാണ്. അന്ന് ഭയന്നുപോയി. കാരണം ഒരു മാനിനെ വളർത്തിയപ്പോൾ മാനായി ജനിച്ചു വന്നതുകൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കി പഠിച്ചു, ഇനി അങ്ങനെ ആകരുതെന്ന്. അതുകൊണ്ട് അദ്ദേഹം സംസാരമില്ലാതെ ജനിച്ചപ്പോഴേ മൗനവ്രതമാണ്. ആർക്കും അറിയത്തില്ല, അച്ഛനും അമ്മയ്ക്കൊന്നും അതറിയത്തില്ല. അദ്ദേഹം ആരോടും മിണ്ടാതെ ഇങ്ങനെ ജനിച്ചിട്ട് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് പോകണമല്ലോ. ഇനിയും സംഘം വന്ന് പിന്നും ഓരോരോ ജന്മം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് പഠിച്ച വിദ്യകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്, എല്ലാ ജ്ഞാനവും ഉണ്ട്. അതിൻ്റെ ബാക്കി ഇനി മരിച്ച് മോക്ഷത്തിലേക്ക് പോകയാൽ മാത്രം മതി. അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ വിളിച്ചു. എന്തിനാ വിളിച്ചേ? സിന്ധുരാജൻ തന്നോട് ആചാര്യനാം രാജാവിൻ്റെ ഒരു ഗുരുവിനെ കാണാൻ, കപിലൻ എന്ന ഒരു ഗുരുവിനെ കാണുവാനായിട്ട് പോകുന്നു ഈ സിന്ധുരാജനായ രാജാവ്. അങ്ങനെ പോകുന്ന നേരം അവൻ തണ്ടെടുപ്പിക്കാൻ ആകുലം അതിന് ഉണ്ടായതില്ല അവനേതും. എന്നതിന് അവകാശം വന്നവാർ ഉര ചെയ്യാം, ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞു തരാം അതെങ്ങനെയാണെന്ന് പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീശുക മഹാമുനി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു കഥ. ഇത് ഇദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിച്ച കാര്യം അദ്ദേഹം അതിനെല്ലാം അനുകൂലമായി തന്നെ ചെയ്തു കൊടുക്കുന്നു. അതിവിടെ പറയാം. മന്നവാ കേട്ടുകൊള്ളുക മായാ വൈഭവമെല്ലാം, പിന്നെയും ഒരു ദിനം മാടത്തിൽ വസിക്കുമ്പോൾ. അപ്പോൾ കഴുത്തറക്കാൻ കൊണ്ടുപോയെങ്കിലും അവിടെ നിന്നെല്ലാം മോചനം വന്ന് അദ്ദേഹം വീണ്ടും മാടത്തിൽ വന്ന് അദ്ദേഹത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വിളഭൂമിക്ക് കാവല്. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിനം മാടത്തിൽ വസിക്കുമ്പോൾ വന്നുടൻ ചില ഭടന്മാരുര ചെയ്തിടിനാർ. ചില ഭടന്മാർ വന്ന് അദ്ദേഹത്തോട് പറയുന്നു, മന്നവൻ എഴുന്നള്ളത്താകുന്നത് അറിയ നീ, നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ അരുൾ ചെയ്തു. അവിടെ രാജാവിനെന്ന് എഴുന്നള്ളത്താകുന്നു, നിന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അവർ പറഞ്ഞു വിട്ടു. ആരുമെന്ന് പറയുന്നു? ഭടന്മാർ. ആരോട് പറയുന്നു? ഈ ഭരതനോട്. അവിടെ വിളഭൂമി കാക്കാൻ ഒരു മാടം കെട്ടി ഇരിക്കുന്നിടത്ത് ചെന്ന് പറയുന്നു, നിന്നെ കൂടെ കൊണ്ടു ചെല്ലണം. രാജാവിന് എഴുന്നള്ളത്താന്നു ഒരു ഗുരുവിനെ കാണാൻ പോകുന്നതാണ്. കപിലൻ എന്ന് പറയുന്ന ഒരു ഗുരുവിനെ, ആചാര്യനെ കാണാൻ പോകുന്നിടത്ത് എഴുന്നള്ളത്താകുന്നത് രാജാവ് പോകുന്നെന്ന് പറയത്തില്ലേ, എഴുന്നള്ളത്തെന്നേ പറയൂ, കാരണം രാജാവല്ലേ. അതുകൊണ്ട് എഴുന്നള്ളത്തെന്ന് പറഞ്ഞത് ഇതാ യാത്ര. അതുകൊണ്ട് നിന്നെ കൂടെ കൊണ്ടു ചെല്ലാൻ അവിടെ പറഞ്ഞു വിട്ടു. എന്തിനാ കൊണ്ടുപോകുന്നത്? തണ്ടെടുപ്പതിനൊരു ഭാഗത്തേക്കൊരു പുമാൻ ഉണ്ട്, പോരായിക അതിനാകുന്നതറിഞ്ഞാൽ. ഒരാളുടെ കുറവുണ്ട്, ഈ പല്ലക്ക് ചുമക്കാൻ ഒരാളിൻ്റെ കുറവുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് അവിടത്തേക്ക് ഒരാളിനെ വേണം, അതിനുണ്ട് പോരായിക എന്ന് വെച്ചാൽ ഒരാളുടെ കുറവുള്ളതുകൊണ്ട് നീ അതിനാണ് നിന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിവ പറഞ്ഞു കൈപിടിച്ചു കൊണ്ടുപോയാൽ അന്നേരം ആന്തോളിക വാഹകന്മാരുമെല്ലാം ആകുലം അതിന് ഉണ്ടായതില്ല അവനേതും. അവന് ഒരു വിഷമവും ഇല്ലാതെ തന്നെ പോയി.
ആന്തോളിക വാഹകന്മാരും എല്ലാം എന്ന് വെച്ചാൽ ഈ പല്ലക്ക് ചുമക്കുന്നതിൻ്റെ ജോലി ചെയ്യുന്ന ആളിനെ ആന്തോളിക വാഹകന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് കാറിന് ഡ്രൈവർ എങ്ങനെ അതുപോലെ തന്നെയാണ് ഇവരുടെ ജോലിക്ക് ഈ ചുമക്കുന്നതിന് ഈ പല്ലക്ക് രണ്ടറ്റവും പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ പേരാണ് ആന്തോളിക വാഹകന്മാർ. വാഹകം എന്ന് വെച്ചാൽ വാഹനം. അതുകൊണ്ട് അങ്ങനെ പോകുന്നതിന് പോലും വിളിച്ചപ്പോൾ ഒരു വിഷമമില്ലാതെ അദ്ദേഹം പോയി. ഭരതൻ. അതിനും ഉണ്ടായതില്ല അവനേതും. കഴുത്തറക്കാൻ വിളിച്ചപ്പോഴും കൂടെ പോയി. അവർ കെട്ടിക്കൊണ്ട് പോയത് ഇദ്ദേഹം ചിലപ്പം ചെല്ലത്തില്ലെന്നോർത്ത് കെട്ടിക്കൊണ്ടുപോയി. കഴുത്തറക്കാൻ വന്നവർ ഈ ഭൃത്യന്മാർ. പക്ഷേ അദ്ദേഹത്തോട് വിളിച്ചാൽ അദ്ദേഹം ചെല്ലും. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്. കഴുത്തിറക്കണമെന്ന് പറഞ്ഞാൽ പോലും ചെന്നോളും. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ എല്ലാം. അതുകൊണ്ട് ഇവിടെയും വിളിച്ചപ്പോൾ അതുപോലെ അങ്ങ് ചെന്നു. വേഗം അപ്പോൾ തണ്ടെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പറയുന്നു, നൃപൻ, ഈ രാജാവ് പറയുന്നു. രാജാവിൻ്റെ പേരെന്താ? സിന്ധുരാജൻ പറയുന്നത്, വേഗം പോകായ്ക കൊണ്ട് ഭർഷിച്ചാൻ നൃപേന്ദ്രനും. അപ്പോൾ തണ്ടും കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് പോകണ്ടേ. ഇദ്ദേഹം ചിലപ്പോൾ പതുക്കെ പോയി കാണും. അപ്പോൾ പെട്ടെന്ന് പോകാൻ അദ്ദേഹം ഭർഷിച്ചെന്ന് വെച്ചാൽ വഴക്ക് പറഞ്ഞു. അന്നേരം നൃപൻ തന്നോട് ഉത്തരം ഉര ചെയ്താൻ. അങ്ങനെ നൃപേന്ദ്രൻ അദ്ദേഹത്തിനെ ഭർഷിച്ചെങ്കിൽ പോലും അന്നേരം തന്നെ ആ രാജാവ് തന്നോട് പറഞ്ഞാൽ ഈ ഭരതനോട് തന്നെ പറയുകയും ചെയ്യുന്നു, മന്നവൻ അറിഞ്ഞിതു ദിവ്യനെന്നതു നേരം. ഈ വഴക്ക് പറഞ്ഞെങ്കിലും അദ്ദേഹം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി, ഇത് ദിവ്യനാണല്ലോ, ഇങ്ങനെ പറഞ്ഞും പോയല്ലോ. കാരണം പെട്ടെന്ന് പോകുക എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് കത്തിയില്ല. പിന്നെ മനസ്സിലായോ ഇതൊരു ദിവ്യനാണെന്ന്. രാജാവ് എങ്ങനെ മനസ്സിലാക്കും ദിവ്യനാണെന്ന്? ഇദ്ദേഹത്തിനെ കണ്ടാൽ തോന്നുമോ? മൂകനും അന്ധനും ബദരിനാഥൊക്കെ ഇരിക്കുന്ന ഒരാളിനെ ദിവ്യനാണെന്ന് എങ്ങനെ മനസ്സിലായി രാജാവിന്? രാജാവ് യഥാർത്ഥത്തിൽ ജ്ഞാനിയാണ്. അത്രത്തോളം വന്നില്ലെങ്കിൽ ഒരു മുക്കാലൊക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരാളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് ഒരാളെ തിരിച്ചറിയണമെങ്കിൽ നമുക്കും അല്പം ജ്ഞാനമുണ്ട്. അതിനെപ്പറ്റിയുള്ള ജ്ഞാനം വേണം. ഒരു സംഗീതം പാടുന്ന ഒരു മനുഷ്യനെ തിരിച്ചറിയണമെങ്കിൽ അതുപോലെ നമുക്കും അറിവുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, നല്ലതായിട്ട് പാടുന്നുണ്ട്, ശ്രുതിയും താളമൊക്കെ ഉണ്ട്. അതെന്താ കാരണം? അറിവ് ഒത്തിരി അദ്ദേഹത്തിനും കാണും, ഇരു കൂട്ടർക്കും കാണും. ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ആസ്വദിക്കും, പക്ഷെ ഒന്നും പറയാൻ അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ദിവ്യനാണെന്ന് എങ്ങനെ മനസ്സിലായി? മറ്റ് ഈ വിളിച്ചുകൊണ്ട് പോയ ഭടന്മാർക്കൊന്നും ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അറിയാൻ വയ്യ. പക്ഷെ എങ്ങനെ ഈ രാജാവിന് മനസ്സിലായി? വഴക്ക് പറഞ്ഞിട്ട് ഉടനെ അയ്യോ ഇത് ദിവ്യനാണല്ലോ എന്നും പറഞ്ഞിട്ട് എന്ത് വന്നു? മന്നവൻ രാജാവ് അറിഞ്ഞതു ദിവ്യനെന്നതു നേരം തണ്ടിൽ നിന്നിറങ്ങി വീണുടനെ നമസ്കരിച്ച് ഇണ്ടൽ പൂണ്ട് അറിയാതെ പുറത്തു കൊള്ളുകയെന്നെല്ലാം. അയ്യോ ഞാൻ അറിഞ്ഞില്ല. ദിവ്യനോട് പറയുക, ഈ തണ്ടെടുക്കുന്ന ചുമക്കുന്ന ഭരതനോട് പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടുന്ന് താഴേക്ക് വീണ് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. രാജാവ്. ഈ പൊട്ടനും ബധിരനും എന്തോ മൂകനെന്ന് ഉള്ള രീതിയിലിരിക്കുന്ന ഒരു ഭരതനോട് പറയുന്നു ദിവ്യനെന്ന് അറിഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ഉള്ളം പറഞ്ഞു. ഉള്ളം എങ്ങനെ മനസ്സിലാക്കും? മറ്റൊരാളിനെ അറിയണമെങ്കിൽ ഈ പറയുന്ന രാജാവിനും അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം രാജാവിനും അതിൻ്റെ അറിവ് ഉണ്ടെന്ന്. എങ്ങനെയാ? ഒരു ദിവ്യനെ അറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടെന്ന്. അപ്പോൾ ഇണ്ടൽ പൂണ്ട് അറിയാതെ പുറത്തു കൊള്ളുകയെന്നെല്ലാം ചൊന്ന മന്നവൻ തന്നോട് ആധ്യാത്മജ്ഞാനാർത്ഥത്തെ നന്നായിട്ട് ഉപദേശിച്ചിടിനാനതും തഥാ. അപ്പോൾ എന്തു വന്നു? കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ഈ മൂകനായിട്ടിരിക്കുന്ന ആള് അപ്പോൾ മനസ്സിലായി. അപ്പോൾ യഥാർത്ഥ ഒരു ജ്ഞാനിയെ കണ്ടപ്പോൾ അയാളുടെ മൂകതയൊക്കെ മാറി. എങ്ങനെ മാറി? രാജാവ് ദിവ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തണ്ടിൽ നിന്ന് പല്ലക്കിൽ നിന്ന് ഇറങ്ങി വീണ് ഉടനെ നമസ്കരിച്ചു. ഈ ഭരതൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ഇണ്ടൽ പൂണ്ട് വിഷമിച്ചു. അയ്യോ ഞാൻ അറിഞ്ഞില്ല, പുറത്തു കൊള്ളണമെന്നെല്ലാം രാജാവ് പറഞ്ഞപ്പോൾ സ്വന്തം മന്നവനോട് തന്നോട് ആധ്യാത്മ ജ്ഞാനാർത്ഥം എല്ലാം ഇതിൽ കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്നങ്ങ് പറഞ്ഞു തീർക്കുന്നതാണ് ഈ വാക്കുകൾ. അല്ലെങ്കിൽ കുറച്ച് നാൾ ചിലപ്പം ദിവ്യത്വം പറഞ്ഞു കൊടുത്ത് കാണും, ജ്ഞാനം ഉപദേശിച്ച് കാണും. ഇത് അങ്ങനെ വന്നപ്പോൾ ഈ ഭരതൻ എന്ത് ചെയ്തു? സ്വന്തം മന്നവനോട്, ഈ അപേക്ഷിച്ച മന്നവനോട് തന്നോട് ആധ്യാത്മ ജ്ഞാനാർത്ഥത്തെ നന്നായിട്ട് ഉപദേശിച്ചിടാൻ അരുന്ധത. അപ്പോൾ ബാക്കി പോരാത്ത ജ്ഞാനോപദേശങ്ങളും തത്വങ്ങളെല്ലാം ഈ ഭരതൻ ഈ രാജാവിന് പറഞ്ഞു കൊടുത്തു. എത്രമാത്രം ഒരു ചിന്ത ഇതിലോട്ട് നോക്കാൻ, എത്രമാത്രം മഹിമ ഇതിലുണ്ട്. ഒരു രാജാവ് ഇദ്ദേഹത്തിനെ ചുമക്കാൻ വിളിച്ചുകൊണ്ട് പോയി, പല്ലക്ക് ചുമക്കാൻ. രാജാവിൻ്റെ ഭടന്മാരൊന്ന് വിളിച്ചുകൊണ്ട് പോയി. രാജാവ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ദിവ്യനാണെന്ന്. ഉടനെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട്, അപ്പോൾ ഈ ദിവ്യനായിരിക്കുന്ന ഈ ഭരതൻ എന്ത് ചെയ്തു?
അയാളുടെ മൂകതയൊക്കെ അപ്പോഴങ്ങ് മാറി. കാരണം ബാക്കി ഉപദേശങ്ങളെല്ലാം രാജാവിന് കൊടുത്തു എന്നുള്ളതാ. അവിടെ ശിഷ്യനായി രാജാവ്, ഗുരുവായി ഭരതനും. അപ്പോൾ അതുവരെ മൗനവ്രതമായിട്ടിരുന്ന എന്താണ്, തന്നോളം ഒരാളെ കണ്ടപ്പോൾ മൗനവ്രതമൊക്കെ അങ്ങ് പോയി. ഈ ലോകത്തിൽ ബാക്കിയുള്ള എല്ലാവരും നീചന്മാരും ദുഷ്ടന്മാരും ദുസ്സംഗമൊന്നും പാടില്ല, അതിൽ കൂടി വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ലോക ചിന്തയിലേക്ക് പോകാതെ മൗനവ്രതം വീക്ഷിച്ചു. പക്ഷേ നല്ലൊരു ജ്ഞാനിയെ കണ്ടു, ഒരു രാജാവിനെ കണ്ടപ്പോൾ അദ്ദേഹം ബാക്കി പോരാത്തതും കൂടെ തത്വജ്ഞാനങ്ങളെല്ലാം ഉപദേശം കൊടുത്തു. രാജാവിന് മുട്ടിക്കാണും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ്. രാജാവിന് ബാക്കി പോരാത്തത് കിട്ടാനുള്ള ഭഗവാൻ ഒരു നിമിത്തം കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ കണ്ടുമുട്ടാൻ ഇടയായത്. ഈ പല്ലക്ക് ചുമക്കാൻ ഈ ഭരതൻ അവിടെ ചെല്ലാനും ബാക്കി ഉപദേശം കൊടുക്കാനും. ചിലർ കഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കും, അയ്യോ എനിക്ക് എവിടെ കിട്ടും ഒരു സന്യാസിയെ, ഒരു നല്ലൊരു മഹാനെ, എനിക്ക് അല്പം ജ്ഞാനോപദേശം എനിക്കും പഠിക്കണം എന്ന് ആർത്തി പിടിച്ചിരിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ കൊടുക്കും ഓരോരുത്തരെ. ഇതോടെ നിമിത്തമായി പല്ലക്ക് ചുമക്കാൻ വേണ്ടി ചെന്നു. അവസാനം ഗുരുവായി മാറി. എന്നിട്ട് എന്ത് വന്നു, സന്ദേഹമൊഴിഞ്ഞു ചൊല്ലിടുവാൻ പണിയത്രേ. ഈ നന്നായിട്ട് ഉപദേശമെല്ലാം കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയൊക്കെ ഇങ്ങനെ പറയാൻ ആർക്കാ, ഈ പരീക്ഷിത് മഹാരാജനോട് പറഞ്ഞു കൊടുക്കുവാണല്ലോ മഹാമുനി. അപ്പോൾ ഇനി ഇതിനെ തുടർന്ന് ബാലയ്ക്കൊക്കെ പറയാൻ വിഷമമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കുവാണ്. ചെന്നവർ ഇരുവരും വൈകുണ്ഠ ലോകം പുക്കാറ്. അപ്പോൾ ജ്ഞാനോപദേശങ്ങളെല്ലാം രാജാവിന് കൊടുത്തപ്പോൾ രണ്ടും തുല്യരായി. ശിഷ്യനും ഗുരുവും ഒരേ ത്രാസിലിട്ട സമതൂക്കമായി അളവിൽ. അതുപോലെ ആയപ്പോൾ എന്തോ രണ്ടുപേരും വൈകുണ്ഠത്തിലേക്ക് തന്നെ ചെന്നു. വൈകുണ്ഠത്തിൽ ഗുരുവും ശിഷ്യനും ചെല്ലണമെങ്കിൽ ആ രാജാവിന് അല്പം കൂടി വേണമായിരുന്നു. അത് ഇവിടുന്ന് കിട്ടി, ഭരതൻ കൊടുത്തു. അപ്പോൾ രണ്ടുപേർക്കും തുല്യം പരമാത്മാവിൻ്റെ അടുക്കലേക്ക് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ ആ വൈകുണ്ഠത്തിലേക്ക് തന്നെ ചെല്ലാൻ ഇടയായി. അപ്പോൾ എന്താ, ഭരതൻ മോശമാണോ? രാജാവ് മോശമാണോ? രാജാവിന് അത്രത്തോളം കുറച്ചും കൂടെ മതിയായിരുന്നു, അത്രയും കൂടെ ഭരതൻ കൊടുക്കേണ്ടി വന്നു. എല്ലാം മൊത്തവും ഇപ്പോൾ രണ്ടുപേർക്കും ആയി. അങ്ങനെ ആണ് ഭരതൻ്റെ ഈ നന്മ. ഭരതചരിതം ഞാൻ ഒട്ടൊട്ടു ചൊന്നേനേവം, ഭരതൻ തൻ്റെ പുത്രൻ സുമതിയല്ലോ കേൾ. ഭരതൻ്റെ 5 മക്കളിൽ മൂത്തയാൾ സുമതിയാണ്. സുമതി തൻ്റെ പുത്രനായതു ദേവദാജിത്തിൻ പുത്രനായതു ദേവദ്യുമ്നന് പുത്രനായതു പരമേഷ്ടി. കേവലം പരമേഷ്ടി നന്ദനൻ പ്രതീഹൻ പോൽ അവൻ്റെ പുത്രൻ പ്രതിഹർത്താവെന്നല്ലോ കേൾപ്പിൻ. പ്രതിഹർത്താവിൻ പുത്രൻ അജനും ഭൂമാവെന്നും ഭൂമാവു തൻ്റെ പുത്രൻ ഗീതൻ ഉൽഗീതനെന്ന് നാമാവാം. അവനുടെ നന്ദനൻ പ്രസ്തോതാവിന് പുത്രനായതു വിഭുവൻ. പുത്രനായുടൻ പൃഥുഷേണനും ഉണ്ടായി വന്നാൻ. പൃഥുഷേണ പുത്രനായതു നക്തനവൻ. തൽപുത്രനല്ലോ ഗയനാകിയ നൃപശ്രേഷ്ഠൻ. ഗയന്റെ മക്കൾ ചിത്രരഥനും സുഗതിയും അവരോധനനെന്ന് മൂവരുണ്ടായാരല്ലോ. എന്നതിൽ ചിത്രരഥൻ നന്ദനൻ സമ്രാട്ടവൻ. തന്നെ മകനായ മന്നവൻ മരീചിയും. ബിന്ദുമാൻ മരീചിതൻ നന്ദനൻ അറിഞ്ഞാലും. ബിന്ദുമാനുടെ പുത്രനായതു മധുവല്ലോ. മധുവിൻ പുത്രൻ വീരവ്രതനല്ലോ കേൾപ്പൂ. മതിമാൻ വീരവ്രതൻ തന്നുടെ പുത്രന്മാർ പോൽ മന്ധുവും അമന്ധുവും എന്നവരിരുവരിൽ മന്ധുജൻ ഭാവനൻ പോൽ. ഭാവനൻ മകൻ തുഷ്ടാവിൻ മകനല്ലോ വീരജനായ നൃപൻ. ശിഷ്ടനാം അവനൊരു 100 പുത്രന്മാരുണ്ടായി. അരുത് പറവതിനവരെ വേറെയെല്ലാം ഒരു കന്യക താൻ ഉണ്ടായാൾ അനന്തരം. ചൊല്ലഴും പ്രിയവ്രതൻ തന്നുടെ വംശം ഒട്ടു ചൊല്ലിയേൻ മുടിഞ്ഞിതു വീരജനുടെ കാലം. അന്നേരം പരീക്ഷിത്തു തൊഴുതു ചോദ്യം ചെയ്താൻ. നന്നരുൾ ചെയ്തവാറിതു മഹാമതേ. ഇന്നും ഉണ്ടെനിക്കൊന്നു കേൾപ്പതിന് അത്യാഗ്രഹം. എന്നോടെന്നതു അരുൾ ചെയ്യണം മഹാമുനി. ഇനിയും ഇത്രയൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ മക്കളെ ചരിത്രങ്ങളും പറഞ്ഞു. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, ഇനിയും എനിക്കൊരു കാര്യം കൂടെ അറിയണം, അത്യാഗ്രഹമുണ്ട്. ഇന്നെന്നല്ല, ഇനിയും ഉണ്ട് എനിക്കൊന്ന് കേൾപ്പതിന് അത്യാഗ്രഹം. എന്നോടിന്നതും അരുൾ ചെയ്യണം മഹാമുനി.
ഇനി എന്താ അറിയേണ്ടത്? സപ്തസാഗരങ്ങളും 7 സാഗരം സമുദ്രം, 7 സപ്തസാഗരങ്ങളും സപ്തദീപങ്ങളും 7 ദീപങ്ങളും അങ്ങെത്ര വിസ്താരമെന്നും തത്ര ലക്ഷണങ്ങളും വ്യക്തമായി അരുളി ചെയ്തിടേണം അടിയനോടെത്രയും വളർന്നുള്ള പാപങ്ങൾ അകലുവാൻ. അവ്യക്തത സ്വരൂപമാം ഈശ്വര സ്ഥൂലരൂപം സുവ്യക്തമാർ അറിഞ്ഞിടുവാൻ ആർക്കാമെടോ. ഞാൻ അറിഞ്ഞത് ചൊല്ലാം എനിക്കാകുന്ന വണ്ണം ആനന്ദം നിനക്കിതിലുണ്ടെന്ന് തോന്നുകയാൽ. ഇനി അറിയണമെന്ന് ആനന്ദം നിനക്കുള്ളത് കൊണ്ട് എനിക്കറിയാമണ്ണം ഞാൻ അറിഞ്ഞത് ചൊല്ലാം എനിക്കാകുന്ന വണ്ണം. എന്താ? ആനന്ദം നിനക്ക് ഇതിലുണ്ടെന്ന് തോന്നിയത് കൊണ്ട്. പരീക്ഷിത് മഹാരാജാവിന് ആനന്ദം ഇതിനകത്ത് തോന്നിയത് കൊണ്ട് ശുഗമഹാവിന് പറഞ്ഞു, എനിക്കാകുന്ന വണ്ണം ഞാൻ പറഞ്ഞു തരാം. ഈ ഭൂഗുണിതമാണ്. അത് 2-3 വരി നമുക്ക് വായിക്കാം. എങ്കിലോ ഭൂമണ്ഡല സംസ്ഥാനം നടേ ചൊല്ലാം മംഗലം വരണമേ ദൈവമേ നാരായണ. ഭൂമിയിൽ മധ്യസ്ഥമായിരുന്ന ജംബുദീപം ഭൂമിപാലക സമവൃത്തമായുള്ളൂ കേൾനീ. വിസ്താരം 100,000 യോജനയുണ്ടു താനും പൃഥ്വീനായക പുനർ9 വർഷവും. മര്യാദ പർവ്വതങ്ങൾ 8 പര്യായത്തോട് പറഞ്ഞിടും അവനെയും ഞാൻ. പറഞ്ഞിടുവൻ അവയും ഞാൻ. മര്യാദ പർവ്വതങ്ങൾ 8 പര്യായത്തോട് പറഞ്ഞിടുവൻ അവയും ഞാൻ. ഇതിൻ്റെ നടുവിലായി ചൊല്ലഴും മഹാമേരു, അതിൻ്റെ ഉയരമോ യോജന 100,000. മുകളിൽ 30,000 യോജന വഴി സുഖമേ സമവൃത്തമായിരിപ്പോന്നു താനും. നീളത്തിൽ 16,000 യോജന വഴി മേളത്തിൽ കുഴിനാടുണ്ട് 1000 മറ്റതെല്ലാം. ഇങ്ങനെ ഇരിക്കുന്ന മേരുവാ മല തൻ്റെ അങ്ങഹോ വടക്കുണ്ട് 3 പർവ്വതങ്ങൾ പോൽ. അദ്രികളവ 3 കിഴക്കു പടിഞ്ഞാറാം അബ്ധികൾ 2 ചെന്നെത്തിക്കിടക്കുന്നു. 3 മേരുവിനോടടുത്ത് തെക്കേ ശൈലം നീലമാകുന്നതല്ലോ, നടുവിൽ ശ്വേതമല്ലോ. ശൃംഗവാൻ എല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ. തെക്കുമിങ്ങനെ 3 മര്യാദാ പർവ്വതങ്ങൾ. വടക്കേതാദിയായിട്ടവറ്റിൻ പേര് ചൊല്ലാം. നിഷധം ഹേമകൂടം ഹിമവാൻ എന്നും ക്രമാൽ അഴകോടധികന്മാർ ചൊല്ലുന്നു നടേ നടേ. കിഴക്കൊണ്ടൊരു ശൈലം ഗന്ധമാദനമത്, വടക്കു നീലത്തോളം നിഷധത്തോളം തെക്കും. ഈ വണ്ണം തെക്കു വടക്കുണ്ടല്ലോ പടിഞ്ഞാറും. മാല്യവാൻ നിഷധ നീലങ്ങളോളവുമെടോ. നീലത്തിൻ വടക്കേത് രമ്യക വർഷം പിന്നെ കേളതിൻ വടക്കേത് ചൊല്ലഴും ഹിരൺമയം. പിന്നെയങ്ങതിൻ വടക്കേതല്ലോ കുരുവർഷം എന്നതിനുടെ തെക്കേതായതു ഹരിവർഷം. ഹേമകൂടത്തിൻ തെക്കേതായതു കിംപുരുഷം. ഭൂമിശാ ഹിമവാനു തെക്കു ഭാരതവർഷം. ഗന്ധമാദനത്തിനു കിഴക്കേതാകുന്നത് സന്തതം ഭദ്രാശ്വമാം വർഷമെന്നറിയടോ. മാലിവൽഗിരിയുടെ പടിഞ്ഞാറേടം കേതുമാലമങ്ങെല്ലാറ്റിനും നടുവിലിളാവൃതം. ഈ ചൊന്ന പർവ്വതങ്ങൾ 8 ഉണ്ട് ഉയരങ്ങൾ നിശ്ചയം 10 സഹസ്രം യോജന പോൽ. വണ്ണവും 2,000 യോജന ഉണ്ടെന്നല്ലോ പുണ്യവാന്മാരാം കാലവേദികൾ പറയുന്നു. 9 വർഷവും വിസ്താരം ഒരുപോലെ 9,000 യോജനയുണ്ടറിഞ്ഞാലും. പിന്നെയും മഹാമേരു തനിക്കൂന്നായിട്ടുണ്ട് മന്നവ 4 പാടും ഓരോരോ ശൈലേന്ദ്രന്മാർ. മന്ദരമെന്നും മേരുമന്ദരമെന്നും ചെമ്മേ പിന്നേത് സുപാർശവും കുമുദമെന്നും നാമം. 4-നുമുണ്ട് 10,000 യോജനകൾ ചാലേ വിസ്താരം. അതിന്മേൽ ഓരോ മരങ്ങളും. കിഴക്കേതാദിയായിട്ടവറ്റിൻ പേര് ചൊല്ലാം ഉണ്ടല്ലോ തേന്മാവതിൻ മുമ്പിലേതനുക്രമാൽ. രണ്ടാമതുടൻ ഞാവൽ കടമ്പും പേരാലന്ത്യം. 1,100 യോജന ഉയരമുണ്ടായത് ശാഖകളും അത്രയും ഉണ്ടെല്ലാറ്റിനും. ചുവട് ചുറ്റും 100 യോജന ഉണ്ടെങ്കിലും അവിടെ മുകളിലുണ്ടോരോരോ പൊയ്കകളും. അവറ്റിൽ പാലും തേനും ശർക്കര ശുദ്ധജലം. അവറ്റെ സേവിച്ചല്ലോ ഗന്ധർവാദികളെല്ലാം യോഗങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. ഭാഗധേയത്താൽ സർവകാമസിദ്ധിയുമുണ്ടാം.
ഉൾത്താരിൽ അത്യാനന്ദസിദ്ധമായി വിളങ്ങിയിടും ഉദ്യാനങ്ങളും ഓരോന്നുണ്ടവൻ അവ നാലിന്മേലും നന്ദനം ചൈത്രരഥം ചൊല്ലിടും വൈഭ്രാജകം പുണ്യവർദ്ധനകരം സർവതോ ഭദ്രമെന്നും ക്രമത്താൽ അവറ്റിനു നാമങ്ങൾ ഇതുകളിൽ അമർത്യജനം കീടിച്ചിരിപ്പൂ നിരന്തരം മന്ദരമൂർധാവിങ്കിൽ നിന്നു തേന്മാവിൻ ഫലവൃന്ദങ്ങളെല്ലാം ചില പർവ്വതങ്ങളെ പോലെ വളർന്നു പഴുത്തു വീണുടഞ്ഞു തകർന്നുടൻ അലിഞ്ഞു കൂടിയിടുന്ന രസങ്ങൾ ഒന്നിച്ചല്ലോ തന്നെ മുകളിൽ നിന്നങ്ങഹോ കിഴക്കോട്ടേക്ക് അന്യുഖം ഒഴുകുന്നത് അരുണോദയ നദി. അതിലെ വെള്ളം അനുഭവിക്ക നിമിത്തമായി അധികം മനോജ്ഞമാം സൗരഭ്യമുണ്ടാകുന്നു. നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.